ഈസ്റ്ററുമായി ബന്ധപ്പെട്ട് നിലവിൽ നിൽക്കുന്ന ഒരു ആചാരമാണ് ഈസ്റ്റർ എഗ്ഗ്. അതോടൊപ്പം തന്നെ ബണ്ണീസ്, ഇതുപോലുള്ള മുയലുകളെയും ചിത്രീകരിക്കാറുണ്ട്. യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തോട് അനുബന്ധിച്ച് കല്ലറയെ ഭേദിച്ച് മൂന്നാം നാൾ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നതിനെ ഒരു പ്രതീകാത്മകമായി ചിത്രീകരിക്കുന്നതാണ് ഒരു മുട്ട കൊണ്ട് സൂചിപ്പിക്കുന്നത്. മുട്ടയിൽ നിന്നും ഒരു ജീവൻ പുറത്തു വരുമ്പോൾ ആ മുട്ടത്തോട് കല്ലറയായിട്ട് അവശേഷിക്കുന്നത് പോലെ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ചാണ് അവിടെ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇന്ന് പല കമ്പനികളും ഇതിനെ വാണിജ്യ അടിസ്ഥാനത്തിൽ ചോക്ലേറ്റ് എഗ്ഗുകളായിട്ട് മാറ്റിയിട്ടുണ്ട്. നിലവിലുള്ള എഗ്ഗുകളെ മാറ്റി ആദ്യം ഇത് പുറത്തിറങ്ങിയത് ഒരു റെഡ് എഗ്ഗാണ്. യേശുവിൻ്റെ മരണത്തോടനുബന്ധിച്ച് രക്തവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമായിരുന്നു കാണിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ അത് വാണിജ്യാടിസ്ഥാനത്തിൽ ചോക്ലേറ്റ് എഗ്ഗുകളായിട്ട് മാറിയിട്ടുണ്ട്. പല നിറത്തിലും പല ഡിസൈനുകളോടും കൂടിയ പലതരത്തിലുള്ള എഗ്ഗുകൾ ഇന്ന് നമുക്ക് വിപണിയിൽ ലഭ്യമാണ്. ജർമ്മനിയിലെ റൈൻലാൻഡ് ഫാൾസ് വോംസ് എന്ന ടൗണിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മോളിൻ്റെ മുൻവശത്തായിട്ട് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രമീകരിച്ച ഈസ്റ്റർ ബണ്ണീസാണ് ഇപ്പോൾ നാം കാണുന്നത്. വളരെ ക്രിയേറ്റീവായിട്ടാണ് ഇവിടെ ഈ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. സ്റ്റേജിൽ ഒരു കൂട്ടം ബണ്ണീസ് നിന്നുകൊണ്ട് പാട്ട് പാടുന്നു, അതിൻ്റെ ഒപ്പം തന്നെ മ്യൂസിക് വായിക്കുന്നു. ഒപ്പം അതിനോട് ചേർന്ന് മറ്റ് ചില ആളുകൾ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ചില ആളുകൾ അവർക്ക് ഭക്ഷണം സെർവ് ചെയ്യുന്നു. ഒരു ഹോട്ടലിൻ്റെ, ഒരു പാർട്ടിയുടെ ഒരു രൂപമാണ് മൊത്തത്തിൽ ഇവിടെ വരച്ച് കാണിച്ചിരിക്കുന്നത്. കാണുന്ന ഏതൊരു വ്യക്തിക്കും വളരെ കൗതുകമുണർത്തുന്ന തരത്തിലാണ് ഇവിടെ കാര്യങ്ങൾ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും ഒരു കലാരൂപത്തെ ആസ്വദിക്കാൻ കഴിയുന്ന ആർക്കും വളരെ സന്തോഷം പകരുന്ന തരത്തിൽ വളരെ കൗതുകമുണർത്തുന്ന രീതിയിലാണ് ഓരോ ബണ്ണീസിൻ്റെയും പ്രവർത്തനങ്ങൾ ഇവിടെ നിലനിന്ന് പോകുന്നത്.